ടു ചാനൽ. നമ്മളിന്ന് നല്ല അടിപൊളി ജാമിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിൽ മിക്കവരുടെ വീട്ടിലുണ്ടാകുന്നൊരു സംഭവമാണ് പാളയംകുടം പഴം അല്ലേ. അപ്പോൾ അത് അല്ലാതെ കഴിക്കാൻ പലർക്കും ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്കിത് ജാമാക്കി കൊടുക്കാനായിട്ട് പറ്റും. അത് ഞാനിന്ന് ഈ ജാം ഉണ്ടാക്കിയിട്ടുള്ളത് പാളയംകുടം പഴം വെച്ചിട്ടാണ് കേട്ടോ. കറക്റ്റ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ജാമിൻ്റെ സെയിം കളറും ടെക്സ്ചറും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ടേസ്റ്റും അതുപോലെ തന്നെ അടിപൊളിയാണ്. അതുപോലെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ റെഡ് കളറ് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ കളറും ചേർക്കാതെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ നാച്ചുറലായിട്ടുള്ള കളർ തന്നെയാണ്. അതല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ സ്കൂൾ അടച്ചിരിക്കുന്ന സമയമാണ്, അവർക്ക് ഇടയ്ക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പം എങ്ങനെയാണ് പാളയംകുടം പഴം വെച്ചിട്ട് നല്ലൊരു ജാം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2.5 കിലോയോളം പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴം നോക്കിയിട്ട് എടുക്കുക. ഇനി ഒരു 5 ലിറ്ററിൻ്റെ കുക്കറിലേക്ക് ഞാൻ ഈ പഴം എല്ലാം കൂടെ തൊലി പൊളിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഴമൊക്കെ നമ്മൾ തൊലി പൊളിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ സ്മാഷ് ചെയ്യുന്ന എന്തെങ്കിലും സാധനം വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ തന്നെയാണെങ്കിലും മതി. നന്നായിട്ട് പഴമൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. മിക്സിയിൽ വിട്ട് ഒന്ന് അരയ്ക്കരുത്. ഇതുപോലെ ഉടച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ, അല്ലാതെ നല്ലപോലെ അരയാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നല്ല പോലെ ഇത് ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്കിത് ഉടച്ചെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഉടച്ചെടുക്കാം. കൈ വെച്ചിട്ടായാലും മതി. ഇതുപോലെ നല്ല പോലെ ഉടച്ച് നമ്മൾ എടുക്കണം കേട്ടോ. ഓക്കെ, നമുക്കിനി ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് കുറച്ച് ഗ്രാമ്പുവാണ്. ഞാനൊരു 20 ഗ്രാമ്പുവാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒഴിക്കാനുള്ളത് സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്ന 1/2 ലിറ്ററിൻ്റെ ഒക്കെ ഒരു കപ്പ് ഉണ്ടല്ലോ, സ്റ്റീൽ കപ്പ്. ആ കപ്പിനാണ് ഞാനിവിടെ വെള്ളം അളന്നെടുത്തിരിക്കുന്നത് കേട്ടോ. ആ കപ്പിന് ഒരു 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ കപ്പ് ഇതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു കപ്പായിരിക്കും. അപ്പോൾ ഈ ഒരു കപ്പിനാണ് ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് ഗ്രാമ്പൂവും അതുപോലെ തന്നെ വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ചിട്ട് നമുക്കൊരു 2 വിസിൽ വന്നാൽ മതി കേട്ടോ. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിക്കുക, ദെൻ തീ കുറച്ചിട്ടിട്ട് ഒരു വിസിലും കൂടെ അടുപ്പിക്കുക. അങ്ങനെ 2 വിസിൽ അടിച്ചിട്ട് നമ്മൾ എയർ പോയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് വെള്ളം പോലെയും അതുപോലെ തന്നെ പഴം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരു ലൈറ്റ് പിങ്ക് ഒരു കളറാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ കുറുകി വരുന്ന ടൈമിൽ നല്ല ഒരു നമ്മൾ ആദ്യം കണ്ട പോലെ നല്ല റെഡ് കളറിലുള്ള നമ്മുടെ ജാം നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. വെള്ളവും അതുപോലെ തന്നെ ഈ പഴത്തിൻ്റെ മിശ്രിതവും നമുക്ക് രണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ വലിയ മാറ്റിയിട്ട് അരിപ്പയിൽ അരിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഗ്യാസ് ക്ഷാമമായതുകൊണ്ട് ഇത്രയും സമയം എടുക്കുന്നൊരു പ്രോസസ്സ് ആയതുകൊണ്ട് ഞാനത് ഗ്യാസിൽ വെച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ പഴയ അടുപ്പൊക്കെ നമ്മളൊന്ന് പൊടി തട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി പണികളൊക്കെ അടുപ്പിലാണ് ചെയ്യുന്നത്, ഉരുളിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും വീഡിയോ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിക്കയിൽ എന്നൊക്കെ പറയുന്ന കയ്യിലുണ്ടല്ലോ, അതിനൊരു 3 കയ്യിൽ പഞ്ചസാരയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. മധുരം പഴത്തിനുണ്ട്, പക്ഷേ പാളയംകുടം പഴം ആയതുകൊണ്ട് ലൈറ്റൊരു പുളിയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ മധുരം ചേർക്കുക. എന്നിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കുക. ഇതുപോലെ വെള്ളത്തിൽ ഇട്ടാൽ ഇങ്ങനെ താഴ്ന്ന് വരുന്നൊരു പരുവത്തിന് നമ്മൾ വാങ്ങുക. എന്നിട്ട് കുറച്ചൊന്ന് ചൂടാറി കഴിയുന്ന ടൈമിൽ നമുക്കിതാ ഈ പരുവത്തിന് നമ്മുടെ ജാം കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ. ഓക്കെ, ബൈ.